ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിജാസ് ലാൻഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് CGFNS കുറിച്ചാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ CGFNS ചെയ്യുക എന്നുള്ളത് ന്യൂസിലാൻഡിൽ ജോലി സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ നേടാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും. അപ്പം അധികം ദീർഘിപ്പിക്കുന്നില്ല, CGFNS എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. CGFNS എനിക്കെടുത്ത സമയം 20 ദിവസം മാത്രമാണ്. അപ്പൊ അതെങ്ങനെയാണ് അത്രയും കുറഞ്ഞ ദിവസത്തിനുള്ളിൽ CGFNS കംപ്ലീറ്റ് ആക്കിയതെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ആകാതെ കാണുക. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് CGFNS രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്, ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ സൈറ്റ് അഡ്രസ് എന്താണെന്നുള്ളത് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഏജൻസി വഴി ചെയ്യണമെങ്കിലും അങ്ങനെ ചെയ്യാം. ഏകദേശം 26,000 25,000 ആ റേഞ്ചിലാണ് നമുക്ക് ഇതിനായിട്ട് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അടയ്ക്കേണ്ട തുക. ആദ്യമായിട്ട് നമ്മൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റും എടുത്ത് വെച്ച ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ തുടങ്ങുക. എന്തൊക്കെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് ചോദിച്ചാൽ ഐഡന്റിഫിക്കേഷൻ ഡോക്യുമെന്റ്സ് വേണം. അതിൽ ഒന്നാമത്തെ ഐഡന്റിഫിക്കേഷൻ ഡോക്യുമെന്റ് നമ്മുടെ പാസ്പോർട്ട് തന്നെയായിരിക്കണം. ബാക്കിയുള്ള എന്ത് വേണമെങ്കിലും ആകാം. ഇപ്പൊ ഡ്രൈവിംഗ് ലൈസൻസ് ആകണമെങ്കിൽ അങ്ങനെ ആവാം, മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതാകാം. എന്റെ കാര്യത്തിൽ ഞാൻ മാരേജ് സർട്ടിഫിക്കറ്റ് ആയിരുന്നു വെച്ചിരുന്നത്. അങ്ങനെ 2 ഐഡന്റിഫിക്കേഷൻ ഡോക്യുമെന്റ്. മൂന്നാമതായിട്ട് വേണ്ടത് നഴ്സിംഗ് ഡിഗ്രിയുടെ രജിസ്ട്രേഷൻ വേണം. കോൺവക്കേഷൻ സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ക്രിപ്റ്റ്, അങ്ങനെ കോളേജിൽ നിന്ന് കിട്ടുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും എടുത്തു വെക്കുക. അത് ഫില്ല് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്തത് ആ വർക്ക് എക്സ്പീരിയൻസിൽ എന്ന് തുടങ്ങി, എന്ന് അവസാനിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഏത് ഹോസ്പിറ്റലായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അടുത്തത് ചോദിക്കുന്നത്. പിന്നെ നമ്മൾ എബ്രോഡൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടാണെങ്കിൽ അവിടുത്തെ ലൈസൻസ് കാണുമല്ലോ. അപ്പൊ ആ ലൈസൻസിന് ഇഷ്യൂഡ് ആയിട്ടുള്ള, ഇപ്പൊ എന്റെ കാര്യത്തിലാണെങ്കിൽ സൗദിയിൽ ഞാൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ നഴ്സിംഗ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട്. അപ്പൊ അവിടുത്തെ സർട്ടിഫിക്കറ്റ് അതും എടുത്തു വെക്കുക. അടുത്തതായിട്ട് ലാസ്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ OET സർട്ടിഫിക്കറ്റ്. അത് ക്ലബിംഗ് സ്കോർ ആണെങ്കിൽ 2 സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കുക. അതിന്റെ ഡേറ്റ്, അതിന്റെ മാർക്ക് ലിസ്റ്റ്, കാര്യങ്ങൾ എല്ലാം എടുത്തു വെക്കുക. ഇത്രയും സർട്ടിഫിക്കറ്റുകൾ എടുത്ത് നമുക്ക് ഫോം ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫോം ജനറേറ്റ് ആയിട്ട് വരാനായിട്ട് ഏകദേശം ഒരാഴ്ച സമയം എടുക്കും. ആ ഒരാഴ്ച സമയം കൊണ്ട് ഫോം ജനറേറ്റ് ആയിട്ട് വന്ന ശേഷം അതിന്റെ എല്ലാം കളർ കോപ്പി എടുക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പൊ ഓരോന്നിനും ഓരോ കളർ കോപ്പി ആയിട്ട് എടുക്കേണ്ടി വരും. ഓരോ സെറ്റ് ആയിട്ടാണ് എടുക്കേണ്ടത്. ഒന്നാമത്തത് ഐഡന്റിഫിക്കേഷൻ ഡോക്യുമെന്റ്. ഐഡന്റിഫിക്കേഷൻ ഡോക്യുമെന്റിനുള്ള ഫോം കളർ കോപ്പി എടുത്ത ശേഷം അതും നമ്മൾ എന്താണോ 2 ഐഡന്റിഫിക്കേഷൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ എന്റെ കാര്യത്തിലാണെങ്കിൽ പാസ്പോർട്ടും മാരേജ് സർട്ടിഫിക്കറ്റും ആയിരുന്നു, അതിന്റെ കളർ കോപ്പി എടുക്കുക. പാസ്പോർട്ടിന്റെ ഫ്രണ്ട് പേജ് കൊടുക്കുക, ബാക്ക് പേജ് കൊടുക്കുക. മാരേജ് സർട്ടിഫിക്കറ്റിന്റെ എടുക്കുക. ഇത്രയും എടുത്ത ശേഷം നമ്മൾ കോർട്ടിൽ പോയി, കോർട്ടിന്റെ അവിടെ നല്ല അഡ്വക്കേറ്റ് കാണുമല്ലോ, നോട്ടറി അറ്റസ്റ്റേഷൻ ചെയ്യുന്ന അഡ്വക്കേറ്റ് കാണും. അപ്പൊ അഡ്വക്കേറ്റിനെ സമീപിച്ചിട്ട് രണ്ടും നോട്ടറി അറ്റസ്റ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന് സ്റ്റാമ്പൊക്കെ വാങ്ങി കൊടുക്കേണ്ടി വരും. 100 രൂപയുടെ സ്റ്റാമ്പൊക്കെ ഞാൻ വാങ്ങിക്കൊടുത്തായിട്ട് ഓർക്കുന്നു. എന്നിട്ട് അവര് ഫില്ല് ചെയ്യേണ്ട പോർഷൻ ഉണ്ട്. നമ്മളുടെ നെയിമൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും പാടില്ല. ഇത് ആദ്യത്തെ സ്റ്റെപ്പാണ്. പ്രിലിമിനറി ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ചെയ്യുന്നതാണ്. ഇത് USA-യിലാണ് ഇതിന്റെ പേപ്പർ വർക്കുകൾ പോകുന്നത്. അപ്പൊ അത് അവരോട് പ്രത്യേകം പറയുക, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ ചെയ്യാൻ ശ്രമിക്കാൻ പറയുക. അവരുടെ ID എന്നുള്ള കോളം ഉണ്ട്, അവിടെയൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കാൻ പറയണം. അപ്പൊ ഇത്രയാണ് ഐഡന്റിഫിക്കേഷൻ ഡോക്യുമെന്റ്. ഇത് നോട്ടറി അറ്റസ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഐഡന്റിഫിക്കേഷൻ ഡോക്യുമെന്റ് കംപ്ലീറ്റ് ആകും. അടുത്തതാണ് നമ്മളുടെ കോളേജ് വെരിഫിക്കേഷൻ. കോളേജ് വെരിഫിക്കേഷൻ ഞാൻ തന്നെയാണ് പ്രോസസ്സിങ് ചെയ്തത്. അപ്പൊ ഒരു കാര്യമുണ്ട്, ഞാൻ കോളേജ് വെരിഫിക്കേഷനും ഐഡന്റിഫിക്കേഷൻ വെരിഫിക്കേഷനും നഴ്സിംഗ് കൗൺസിലിൽ നിന്നുള്ള വെരിഫിക്കേഷനും എല്ലാം തന്നെയാണ് ചെയ്തത്, ഏജൻസിനെ ഏൽപ്പിച്ചില്ല. അപ്പൊ അതിനുള്ള സമയപരിധി കുറച്ചേ എടുത്തുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഈ CGFNS പ്രോസസ്സിങ് പെട്ടെന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറാനുള്ള ഒരു കാരണം അതാണ്. അടുത്തതായിട്ട് കോളേജ് വെരിഫിക്കേഷൻ. കോളേജ് വെരിഫിക്കേഷൻ ഞാൻ തന്നെയാണ് ചെയ്തത്. എങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ, ഞാൻ പഠിച്ചത് നാട്ടിൽ തന്നെയാണ്. അപ്പൊ നേരിട്ട് ഞാൻ കോളേജിൽ പോയിട്ട് എന്തൊക്കെ ഫോമാണോ കൊടുക്കേണ്ടത് ആ ഫോം എല്ലാം കളർ കോപ്പി എടുത്തുകൊണ്ടാണ് പോയത്. പ്ലസ് ഒരു റിക്വസ്റ്റ് ലെറ്ററും കൂടി ഉണ്ടായിരുന്നു. ഞാൻ ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിന്റെ CGFNS വെരിഫിക്കേഷന് വേണ്ടിയിട്ട് എന്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം ഒന്ന് അറ്റസ്റ്റ് ചെയ്യണമെന്ന റിക്വസ്റ്റ് ലെറ്ററുമായിട്ടാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കോളേജിന് ചില ഫീസ് സ്ട്രക്ചർ ഒക്കെ ഉണ്ട് ഇത് ചെയ്യുന്നതിന്. എന്റെ കോളേജിന് കുറച്ച് ഫീസ് അടയ്ക്കേണ്ടി വന്നു. ഫീസ് അടച്ച ശേഷം ഈ സർട്ടിഫിക്കറ്റുകളും എല്ലാമായിട്ട് ഞാൻ അവിടെ കൊടുത്തിട്ട് പോന്നു. ഒരാഴ്ചയോളം സമയം എടുത്തു.
അതെല്ലാം അറ്റസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ കളക്ട് ചെയ്ത് അത് കൊറിയർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ കൊറിയർ വഴി നമുക്ക് അത് ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടല്ലോ. അപ്പോൾ കൊറിയർ സർവീസിൽ നിന്ന് അവർ ട്രാക്ക് ചെയ്യാനുള്ള ഇത് തരും. മാക്സിമം 5 ദിവസം എടുക്കുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ പേപ്പർ USA പോകുന്നത്. അപ്പോൾ USA അഡ്രസ്സ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഇനി എന്തൊക്കെയാണ് സർട്ടിഫിക്കറ്റ് ഇതിനായിട്ട് വേണ്ടത്? 4 ഇയർ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി അത് വേണം. രണ്ടാമതായിട്ട് ട്രാൻസ്ക്രിപ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ കോളേജിന്റെ പേരുണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് നമ്മളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് റിന്യൂവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എവറി 5 ഇയർ നമ്മൾ റിന്യൂ ചെയ്യുമല്ലോ. അപ്പൊ റിന്യൂവൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അടുത്തത് CGFNS ഫോം. നമ്മൾ ജനറേറ്റ് ചെയ്ത ഫോം ഉണ്ടല്ലോ, CGFNS ജനറേറ്റ് ചെയ്ത ഫോമില് സൈൻ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഡേറ്റ് ഇടുന്നത് കാര്യം പിന്നിടത്തേക്ക് വെക്കാം എന്ന് വെച്ച് മറക്കരുത്. ഡേറ്റ് ഇടുന്ന ഡേറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രിൻസിപ്പൽ ഏത് ഡേറ്റ് ആണോ ഇടുന്നത് അതേ ഡേറ്റ് ഇട്ട് കൊടുത്താൽ നല്ലത്. പിന്നീട് കേരള നഴ്സിംഗ് കൗൺസിലിന്റെ പേപ്പർ, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ പേപ്പർ, ഇതെല്ലാം അവിടുന്ന് തരും. അതിന് അവർ കുറച്ച് സമയം എടുക്കും. അത് അവരോട് ചോദിച്ചാൽ മതി, എത്ര നാളിനുള്ളിൽ എന്റെ പേപ്പർ കിട്ടുമെന്ന് ചോദിച്ചാൽ മതി. പിന്നീട് അവിടുന്ന് ഒരു സിലബസും കൂടി തരും. നമ്മളുടെ ഫസ്റ്റ് ഇയർ തൊട്ട് 4 ഇയർ വരെയുള്ള സിലബസ് ചിലപ്പോൾ CD ആക്കി തരാം, അതല്ലെങ്കിൽ ഒരു പേപ്പറാക്കി തരാം. പേപ്പറായിട്ടാണെങ്കിൽ ഒരു ബുക്ക്ലെറ്റ് പോലെയാണ്, ഒരു 10-200 പേജുകൾ ഉണ്ടാവും. അപ്പൊ അതെല്ലാം അങ്ങനെയാണെങ്കിൽ എല്ലാ പേജിലൊന്നും സൈൻ സ്റ്റാമ്പും അവർ ചെയ്യാറില്ല. ഫ്രണ്ട് പേജിലും ബാക്ക് പേജിലും ആയിരിക്കും ചെയ്യുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാല് എല്ലാ പേജിലും സൈനും സ്റ്റാമ്പും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ എത്ര ഉറപ്പുവരുത്തിയ ശേഷം നമ്മൾ കൊറിയർ ചെയ്യുക. ആ പ്രോസസ്സിങ് അവിടെ കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അത്രയാണ് കോളേജിന്റെ പ്രോസസ്സിങ്. അടുത്തതായിട്ട് കേരള നഴ്സിംഗ് കൗൺസിലിന്റെ രജിസ്ട്രേഷനെ കുറിച്ചാണ് പറയാനുള്ളത്. കേരള നഴ്സിംഗ് രജിസ്ട്രേഷൻ ഞാൻ നാട്ടിൽ തന്നെ പഠിച്ചതുകൊണ്ട് ഡയറക്റ്റായിട്ട് അവിടെ പോയി അപ്ലൈ ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടെ ഏജൻസീനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ ചെയ്യിപ്പിക്കാം. അവർ അങ്ങനെയാണെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള നമ്മളുടെ ഇമെയിൽ അഡ്രസ്സ്, നമ്മളുടെ ഫോൺ നമ്പർ, പിന്നെ നമ്മൾ ഏത് കോഴ്സാണ് പഠിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെ നമ്മൾ കൊണ്ടുപോകേണ്ട ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കോപ്പി, രജിസ്ട്രേഷൻ കോപ്പി, കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ക്രിപ്റ്റ്, പാസ്പോർട്ട് കോപ്പി, 10th കോപ്പി. ഇത്രയും നമ്മൾ കൊണ്ടുപോയാലും അവർ വാങ്ങിച്ചു വയ്ക്കുന്നത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒന്നും അവർ വാങ്ങിച്ചു വയ്ക്കത്തില്ല, അവർക്ക് ആവശ്യമില്ല എന്ന് പറയും. പക്ഷെ നമുക്കിതെല്ലാം കയ്യിൽ കരുതുക. ഓരോ അപ്ഡേറ്റ് എന്താണെന്ന് അറിഞ്ഞുകൊണ്ടല്ലോ, അപ്പം അതും കൂടി കയ്യിൽ കരുതുക. അപ്പോൾ ഇത്രയും ചെയ്താൽ മതി. പുറത്ത് പഠിച്ചവർക്കാണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇപ്പോൾ കർണാടകയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ രജിസ്ട്രേഷൻ വേണം. പിന്നെ അവിടുത്തെ നഴ്സിംഗ് കൗൺസിലിൻ്റെ, പിന്നെയാണ് കേരളത്തിലെ നഴ്സിംഗ് കൗൺസിലേക്ക് വരാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയാണ് കേരള നഴ്സിംഗ് കൗൺസിലിൻ്റെ വെരിഫിക്കേഷന് വേണ്ടത്. ഇവിടെ എൻ്റെ പ്രോസസ്സിങ് എളുപ്പമാക്കിയത് എന്താണെന്ന് ചോദിച്ചെന്നാൽ റീസെൻ്റ് ആയിട്ടായിരുന്നു ഞാൻ റിന്യൂവൽ ചെയ്തത്. അപ്പോൾ അവരെൻ്റെ ഫയൽ കണ്ടുപിടിച്ചെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടേണ്ടി വന്ന് കാണത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടായിരിക്കാം നഴ്സിംഗ് കൗൺസിലിൻ്റെ വെരിഫിക്കേഷൻ എളുപ്പമായത്. പിന്നെ അവർ തന്നെ പറയുന്നുണ്ട്, ഇതിൻ്റെ സൈറ്റിൽ കയറി നോക്കിയാൽ മതിയാവും നമ്മളുടെ പ്രോസസ്സിങ് എവിടെ വരെ ആയി എന്നറിയാൻ വേണ്ടിയിട്ട് എന്ന് അവർ പറയുന്നുണ്ട്. ഇതെല്ലാത്തിൻ്റെയും പ്രോസസ്സിങ് നമുക്ക് പോർട്ടലിൽ നമ്മൾക്ക് അപ്ഡേറ്റ് കാണാൻ സാധിക്കും. മൊത്തത്തിൽ ഒരു ഗ്രീൻ ഇങ്ക് വരുന്നത് വരെയാണ് നമ്മൾ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 5 ഡോക്യുമെൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ 5 ഡോക്യുമെൻസിൽ ആദ്യത്തെ നമ്മളുടെ പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ അവർ കഴിഞ്ഞുവെങ്കിൽ അത് ഗ്രീൻ ആവും. അങ്ങനെ 5 ഗ്രീനും വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഫൈനൽ CGFNS റിപ്പോർട്ടാവും. അപ്പോൾ ലാസ്റ്റായിട്ട് വരുന്നത് വർക്ക് എക്സ്പീരിയൻസ് ആണ്. അത് നമ്മുടെ സെൽഫ് ഡിക്ലറേഷനാണ്. അതുകൊണ്ട് അതിൻ്റെ പ്രശ്നമൊന്നും വരത്തില്ല. സെൽഫായിട്ട് ഡിക്ലെയർ ചെയ്യുക, ടിക്ക് മാർക്ക് ഉണ്ട് അവിടെ ടിക്ക് മാർക്ക് ഇടുക, സൈൻ ഇടുക, കഴിഞ്ഞു. പിന്നെ എബ്രോഡ് വർക്ക് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ അതിൻ്റെ ലൈസൻസ് ഉണ്ടായിരിക്കും. അതായത് SCFHSൻ്റെ, എൻ്റെ കേസിലാണെങ്കിൽ സൗദിയുടെ ലൈസൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഓൾറെഡി ഞാൻ നാട്ടിലോട്ട് പോകുന്നത് കൊണ്ട് ഏജൻസിനെ ഏൽപ്പിക്കുമായിരുന്നു ചെയ്തത്. അപ്പോൾ ഏജൻസിക്കാർ എന്നോട് ചോദിച്ചത് ലൈസൻസിൻ്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ ജനറേറ്റ് ചെയ്ത ഫോം സൈൻ ഇട്ട് കൊടുക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഇക്കാമ നമ്പർ, പിന്നെ ഇമെയിൽ ID, ഫോൺ നമ്പർ, ഇതെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ വേണം, ഓരോന്നിനും എന്തൊക്കെ വേണം എന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഇടുന്നുണ്ട്. അത് നിങ്ങൾക്ക് കയറി സ്ക്രീൻഷോട്ട് എടുത്താൽ മതിയാവും. അപ്പോൾ ഒരു കൺഫ്യൂഷനും ഉണ്ടാകത്തില്ല. ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം, ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ എല്ലാവരും CGFNS സ്റ്റാർട്ട് ചെയ്യുക. ന്യൂസിലാൻഡിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ കയറി വരിക. ഓക്കെ, അടുത്ത വീഡിയോയിലൂടെ കാണാം.